ചേലക്കരയിൽ കൊട്ടിക്കലാശത്തോടടുത്തിരിക്കുകയാണ് കാര്യങ്ങൾ. ആ വീറും വാശിയും ഇപ്പോൾ പ്രചാരണത്തിൽ കാണുകയും ചെയ്യും. ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും രമ്യ ഹരിദാസിന് വേണ്ടി വോട്ടഭ്യർത്ഥനയുമായി ചേലക്കര ടൗണിൽ ഇറങ്ങിയിരിക്കുകയാണ്. പാട്ടൊക്കെ പാടിയാണ് ഇവർ രമ്യയ്ക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നത്. ജബി മേത്തർ MP അവരുടെ നേതാവ് തന്നെയുണ്ട്. പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ഇപ്പോൾ വോട്ടഭ്യർത്ഥന നടത്തുന്നത്. ഓ ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോം ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ ദഗദൈദോം വികസനത്തിനായി ഒരോട്ട് നന്മയ്ക്കായിട്ടൊരു ഓട്ടും മുക്തിക്കായിട്ടും ഓ ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോം കള്ളത്തരത്തിന് വോട്ട് വേണ്ട, വഞ്ചനയ്ക്കും വോട്ട് വേണ്ട, സത്യത്തിനും നീതിക്കായി ഓ ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോം. ഇങ്ങനെ വലിയ ആവേശം പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് MP എന്താ പാട്ടും പാടി ജയിക്കാനാണോ ചേലക്കര? തീർച്ചയായും ഈ തവണ ചേലക്കരയിൽ രമ്യ ഹരിദാസ് ആണ് MLA ആവാൻ പോകുന്നത്. ഉമാ തോമസിനൊപ്പം KK രമയ്ക്കൊപ്പം കേരളത്തിലെ സ്ത്രീകളുടെ ശബ്ദമായി നിയമസഭയുടെ അകത്ത് ഞങ്ങളുടെ ഒക്കെ പ്രിയങ്കരിയായ രമ്യ ഹരിദാസ് ഉണ്ടാവും. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, സ്ത്രീ സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യം, വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്ന ഇതെല്ലാം സ്ത്രീകളെ, കുടുംബ ബഡ്ജറ്റുകൾ തകരുന്ന സാഹചര്യം, ഇതെല്ലാം സ്ത്രീകളെ ബാധിക്കുന്ന വിഷയമാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ രീതിയിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരായ ഷാനിമോൾ ഉസ്മാനെയും ബിന്ദു കൃഷ്ണയും ഒക്കെ നട്ടപ്പാതിരക്ക് ഒരു പോലീസ് റെയ്ഡ്, ഒരു വനിതാ ഓഫീസർ പോലും ഇല്ലാതിരിക്കുന്ന ഇത്തരത്തിൽ PP ദിവ്യയുടെ വിഷയം കണ്ണൂരിൽ നിൽക്കുന്നു. ഇതെല്ലാം ചേലക്കരയുടെ ജനങ്ങളുടെ മനസ്സിൽ കേരളത്തിലെ സ്ത്രീകളുടെ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസ് വിജയിക്കും. ഇന്ന് ചേലക്കരയിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലായിടത്തും UDFന്റെ വനിതാ നേതാക്കന്മാരും പ്രവർത്തകരും രമ്യ ഹരിദാസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിറങ്ങി. ഇവിടെയുള്ള പ്രവർത്തകരാണോ അതോ രമ്യക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്നവരാണ്? ഇവിടെയുള്ള പ്രവർത്തകരുണ്ട്. രമ്യക്ക് വേണ്ടി പ്രവർത്തിക്കാനെന്ന ആഗ്രഹത്തോടു കൂടി കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും അവരവരുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് രമ്യയുടെ വിജയത്തിനായി. അവരുടെ പ്രതികരിച്ച് കുറച്ചുപേർ ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ എന്താ പ്ലാൻ? ഇപ്പൊ നാളെ കൊട്ടിക്കലാശം കൂടിയാണ്, ഇന്ന് ഒരു അവധി ദിവസം കൂടിയാണല്ലോ. അപ്പൊ എങ്ങനെയാ ഇന്നത്തെ നിങ്ങളുടെ പ്ലാൻ? ഞങ്ങൾ എല്ലാവരും വീടാന്തരം കയറുന്നത് ആണ് നടക്കുന്നത്. ചേലക്കരയിൽ എല്ലായിടത്തും UDFന്റെ വനിതാ നേതാക്കന്മാരും പ്രവർത്തകരുമുണ്ട്. ഞങ്ങളിവിടെ ടൗണിൽ ഇറങ്ങിയതാണ്. കൊട്ടിക്കലാശം ചേലക്കര ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. എങ്ങനെയാ ചേലക്കര കോട്ട അങ്ങ് പിടിക്കും? പിടിക്കും. ചേലക്കര പിടിച്ചിരിക്കും. ഉറപ്പായിട്ട് പിടിക്കും. ഉറപ്പാ. നിങ്ങളുണ്ട് വോട്ടുകൾ നൽകൂ. ഓ ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോം ദിത്തിത്താര ജയിക്കാനാ രമ്യയ്ക്കൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾക്കൊപ്പം നിങ്ങളുണ്ട്, വോട്ടുകൾ നൽകൂ. ഓ ദിത്തിത്താര ദിത്തി. അപ്പോൾ ഇതാണ് ചേലക്കരയിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം. 3 മുന്നണികളും അതിശക്തമായി തന്നെ അവരുടെ പ്രവർത്തകരെ രംഗത്തിറക്കിക്കൊണ്ടാണ് കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു തീപാറും പോരാട്ട പ്രതീതിയാണ് ചേലക്കരയിൽ ഉടനീളം നമുക്ക് കാണുന്നത്.